ദശക 58 കാട്ടുതീയിൽ നിന്ന് ഗോപഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവും. ത്വയി വിഹരണലോലെ ബാലജാലൈ പ്രലംബ പ്രമദന സവിളംബേ ദേനവ സ്വൈരചാര തൃണകുതുക നിവിഷ്ട ദൂരദൂരം ചരന്ത്യ കിമപി വിപിനമൈഷീകാഗ്യമീഷാം ബഭൂവു. ത്വയി വിഹരണലോലെ ബാലജാലൈഃ പ്രലംബ പ്രമഥന സവിളംബേ ദേനവഃ സ്വൈരചാരാഃ തൃണകുതുക നിവിഷ്ടാഃ ദൂരദൂരം ചരന്ത്യഃ കിമപി വിപിനം ഐഷീകാഖ്യം ഈശാം ബഭൂവു. ത്വയി വിഹരണലോലെ ബാലജാലൈ പ്രലംബ പ്രമദന സവിളംബേ. അല്ലയോ ഭഗവാനെ, അങ്ങ് ബാലജാലൈഹി വിഹരണലോലെ, കൂട്ടുകാരോടുകൂടി കളിക്കുന്നതിൽ താല്പര്യം എന്നവനായിട്ട് പ്രലംബം പ്രമദന സവിളംബേ, പ്രലംബാസുരനെ വധിക്കുന്നതിന് വേണ്ടി കുറേ സമയം എടുത്തപ്പോൾ ദേനവഹ സ്വൈരചാരാഹ, പശുക്കൾ അവരെ നിയന്ത്രിക്കാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട് അവരുടെ ഇഷ്ടം പോലെ പലയിടങ്ങളിലേക്ക് പോയി. തൃണകുതുക നിവിഷ്ടാഹ ദൂരദൂരം ചരന്ത്യഃ, അവർക്ക് ഇഷ്ടപ്പെട്ട പുല്ല് തിന്നുന്നതിനായിക്കൊണ്ട് അവർ വളരെ ദൂരം പല ദിക്കുകളിലേക്കായിട്ട് സഞ്ചരിച്ചു. കിമപി വിപിനം ഐഷീകാഖ്യം, ഐഷീകം എന്നു പേരായിട്ടുള്ള അല്ലെങ്കിൽ ഇഷീകം എന്നുള്ള ആ വനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനും കൂട്ടുകാരും എല്ലാവരും കൂടി കളികളിൽ ഏർപ്പെട്ടിരുന്ന സമയം കൊണ്ടും അതുപോലെ തന്നെ അതിനിടയിൽ ഈ പ്രലംബാസുരനെ വധിക്കുക എന്നുള്ള ഒരു കൃത്യം ചെയ്യുകയും ഒക്കെ കാരണം വളരെ അധികം സമയം ഇവരെ പശുക്കളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വന്നു. ആ സമയത്ത് തങ്ങളെ നിയന്ത്രിക്കുവാൻ ആരുമില്ല എന്നുള്ള ഒരു സാഹചര്യം വന്ന പശുക്കൾ യഥേഷ്ടം അവർക്ക് ഇഷ്ടപ്പെട്ട പുല്ല് നടന്നു തിന്നുന്നതിനായിട്ട് എല്ലാ പശുക്കളും പല ദിക്കുകളിലായിട്ട് നടന്ന് അവസാനം അവരെല്ലാവരും തന്നെ ഒരു കൊടും വനമായിരിക്കുന്ന ഇഷീക വനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ത്വയി വിഹരണലോലെ ബാലജാലൈ പ്രലംബ പ്രമദന സവിളംബേ ദേനവ സ്വൈരചാര തൃണകുതുക നിവിഷ്ട ദൂരദൂരം ചരന്ത്യ കിമപി വിപിനമൈഷീകാഗ്യമീഷാം ബഭൂവു. അനധിഗത നിദാഘ ക്രൗര്യവൃന്ദാവനാന്താത് ബഹിരിതമുപയാതാഃ കാനനം ദേനവസ്ഥാഃ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിശരദംബസ്യാകുലാസ്തംഭമാവു. അനധിഗത നിദാഘ ക്രൗര്യവൃന്ദാവനാന്താത് ബഹിരിതമുപയാതാഃ കാനനം ദേനവസ്ഥാഃ തവ വിരഹ വിഷണ്ണാഃ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിശരദ് അംബസി ആകുലാഃ സ്തംഭമാവുഃ. അനധിഗത നിദാഘ ക്രൗര്യവൃന്ദാവനാന്താത് ബഹിരിതമുപയാതാഃ കാനനം ദേനവഃ താഃ. അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത്, വളരെ ഇടതൂർന്നു നിൽക്കുന്ന വൃന്ദാവനത്തിൻ്റെ ഉള്ളിൽ എത്ര കൊടിയ വേനൽക്കാലമാണെങ്കിലും ആ വേനലിൻ്റെ തീഷ്ണതയൊന്നും തട്ടാത്തതായിരുന്നു ഈ വൃന്ദാവനം. ആ വൃന്ദാവനത്തിൻ്റെ അതിരുകളൊക്കെ കടന്ന് ഈ പശുക്കൾ ഐഷീകവനത്തിലേക്ക് എത്തിയപ്പോൾ ബഹിഹി ഇതമുപയാതാഹ കാനനം താ ദേനവഹ, ആ പശുക്കളെല്ലാം ഈ വൃന്ദാവനത്തിൽ നിന്ന് പുറമേക്ക് പോയി അവിടെയുള്ള ഒരു കാനനത്തിൽ ചെന്നപ്പോൾ അവിടെ ഇത്രയധികം ചൂട് തട്ടാത്ത ഒരു പ്രദേശമായിരുന്നില്ല. അതുകൊണ്ട് ആ തവ വിരഹവിഷണ്ണാഹ, ഭഗവാനെ പിരിഞ്ഞതിലുണ്ടായ ഒരു സന്താപം അവർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടും കൂടാതെ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിശരദംബസ്യാകുലാഹ, അവർ ഭയങ്കരമായിരിക്കുന്ന ആ വേനൽ ചൂട് ഏറ്റ് അവരൊക്കെ ദാഹമുള്ളവരായി തീർന്നു. ഭയങ്കര
പരവേശമുള്ളവരായി തീർന്നു എന്നാണ്. സ്തംഭമാബുഹു, അവരൊക്കെ തളർന്നുകൂടി പോയി വെള്ളം കിട്ടാത്ത കാരണം കൊണ്ട്. അപ്പോൾ ഇടതൂർന്ന വൃക്ഷങ്ങളെല്ലാം ഉള്ളതായ ഈ വൃന്ദാവനത്തിൽ നിന്ന് പുറമേക്ക് ഇഷീകവനത്തിലേക്ക് എത്തിയ ഈ പശുക്കളെല്ലാം ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നത് മൂലവും കൂടാതെ ഉഗ്രമായിരിക്കുന്ന വേനൽ ചൂട് കൊണ്ടും ഒക്കെ ആ പശുക്കൾ വല്ലാതെ ദാഹിച്ച് തളർന്നുപോയി എന്നാണ് പറയുന്നത്. അനധികത നിതാക ക്രൗരവൃന്ദാവനാന്താ ബഹിരിതമുപയാത കാനനം ദേനവസ്ഥ തവ വിരഹവിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംബസ്യാകുലാസ്തംഭമാപോ തദനു സഹസഹായേർദൂരമന്വിഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സംജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതിഃ സർവതോ നിർവിജൃംഭേ. തദനു സഹസഹായൈഃ ദൂരം അന്വിഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സംജാതഖേദം പശുകുലം അഭിവീക്ഷ്യ ക്ഷിപ്രം ആനേതും ആരാത് ഗതവതി ത്വയി ഹി സർവതഃ അഗ്നിഃ ജജൃംഭേ. തദനു സഹസഹായേർ ദൂരമന്വിഷ്യ ശൗരേ. ഈ പശുക്കളെ അന്വേഷിച്ചിട്ട് തൻ്റെ കൂട്ടുകാരോട് കൂടി വളരെ ദൂരം അന്വേഷിച്ചു ചെന്നു. ഗളിത സരണി മുഞ്ചാരണ്യ സംജാതഖേദം. അപ്പോൾ വഴി തെറ്റിപ്പോയിട്ട് ഈ പുൽക്കാട്ടിലിങ്ങനെ ഉഴലുന്നവരായ ആ പശുക്കളെയൊക്കെ കണ്ടപ്പോൾ പശുകുലം അഭിവീക്ഷ്യ ക്ഷിപ്രം ആനേതും ആരാത്വയ് ഗതവതി. ഈ പശുക്കളെയൊക്കെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഈ ഗോപകുമാരന്മാരുടെ ഇടയിൽ നിന്ന് വിട്ടിട്ട് പശുക്കളുടെ അടുത്തേക്ക് പോയി. ആ സമയത്ത് സർവതഃ അഗ്നിഃ ജജൃംഭേ. ഈ ഗോപന്മാർ നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് ആ പ്രദേശത്തിന് ചുറ്റും കാട്ടുതീ പടർന്നു പിടിച്ചു. അപ്പോൾ പശുക്കളെല്ലാം യഥേഷ്ടം സഞ്ചരിച്ച് ഇഷീകവനത്തിലേക്ക് എത്തിച്ചേർന്നത് അവരെ കണ്ടുപിടിക്കാനായിട്ട് ഗോപന്മാരോടൊപ്പം ഭഗവാൻ അന്വേഷിച്ച് നടന്ന ആ സമയത്ത് വഴിതെറ്റിപ്പോയ ഗോക്കളെല്ലാം വളരെയധികം വിഷമിക്കുന്നതായി മനസ്സിലാക്കിയ ഭഗവാൻ ഈ ഗോപന്മാരെയെല്ലാം വിട്ടിട്ട് പശുക്കളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ദൂരേക്ക് പോയ ആ സമയത്ത് ഈ ഗോപന്മാർ നിന്നിരുന്ന പ്രദേശം ആകെ കാട്ടുതീ പടർന്നു പിടിച്ചു. തദനു സഹസഹായേർ ദൂരമന്വിഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സംജാതഖേദം പശുകുലം അഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതിഃ സർവതോ നിർജജൃംഭേ. സകലഹരിതി ദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഖിനി വിഹതമാർഗ അർദ്ധദഗ്ധ ഇവാർത്ത അഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. സകല ഹരിതദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഖിനി വിഹതമാർഗാഃ അർദ്ധദഗ്ധാഃ ഇവ ആർത്താഃ അഹഃ ഭുവനബന്ധോ പാഹി പാഹി ഇതി സർവേ ശരണമുപഗതാഃ ത്വാം താപഹർത്താരമേകം. സകല ഹരിതദീപ്തേ പച്ചയായി നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ദീപ്തമായി കത്താൻ തുടങ്ങി ഈ കാട്ടുതീ പിടിച്ചിട്ട്. തന്നെയുമല്ല ഘോരഭാങ്കാര ഭീമേ ഘോരമായിരിക്കുന്ന ഒരു ശബ്ദവും ആ തീ പുറപ്പെടുവിക്കുന്നു. ഭാം ഭാം എന്നുള്ള ശബ്ദവും കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് ആ തീ അങ്ങ് പടർന്നു പിടിക്കുന്നത്. ശിഖിനി വിഹതമാർഗാഃ ഇങ്ങനെ ഈ തീ മൂലം വിഹതമാർഗാഃ ഇവർക്ക് വഴി കാണാൻ പറ്റാതെ അർദ്ധദഗ്ധാഃ ഇവ ആർത്താഃ പാതി വെന്തവരായിട്ട് ഇവരൊക്കെ ആർത്തന്മാരെ ദുഃഖിതരായപ്പോൾ അഹ ഭുവനബന്ധു അല്ലയോ ഈ ഭുവനത്തിന് മുഴുവൻ ബന്ധുവായിരിക്കുന്ന ഭഗവാനെ പാഹി പാഹി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഇത് സർവേ ശരണോപഗതാഃ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് ഓടി
താപഹർത്താരമേകം, എല്ലാവരുടെയും താപത്തെ ഹരിക്കുന്നവനായ ഭഗവാന്റെ അടുത്തേക്ക് ഈ ഗോപന്മാരൊക്കെ ഓടിച്ചെന്നു. അപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പച്ച വൃക്ഷങ്ങളൊക്കെ ഈ അഗ്നിക്ക് ഇരയാകുന്ന സമയത്ത് അതിൽ നിന്നും ഉദ്ഭവിക്കുന്നതായ ഘോരമായ ഭാം ഭാം എന്ന ശബ്ദത്തോടുകൂടി ഈ കാട്ടുതീ പടർന്നു പിടിക്കവേ ഈ ഗോപന്മാരൊക്കെ പാതി വെന്തവരായിട്ട് വളരെയധികം ദുഃഖിതരായിട്ട് ഭഗവാനെ വിളിച്ച് കരയുകയാണ് ചെയ്യുന്നത്. ഈ ഭുവനത്തിന് മുഴുവൻ ബന്ധുവായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങല്ലാതെ മറ്റാരും ഞങ്ങളുടെ ഈ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇല്ല, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ, പാഹി പാഹി ഇത് സർവേ ശരണോപഗതാഹ ത്വാം. എല്ലാവരും ഭഗവാനെ ശരണം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. സകലഹരിദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഖിനി വിഹത മാർഗ അർദ്ധദഗ്ധ ഇവാർത്ത അഹഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. അലമലമതിഭീത്യ സർവതോ മീലയധ്വം ദൃശമിതി തവ വാച മീലിതാക്ഷേഷു തേഷു കൊനുദവദഹനോസോ കുത്രമുഞ്ചാടവീസ സപതി വവൃതിരേതേ ഹന്തഭാണ്ഡീരദേശേ. അലമലം അതിഭീത്യ സർവതഃ മീലയധ്വം ദൃശം ഇതി തവ വാചാഃ മീലിതാക്ഷേഷു തേഷു കൊനു ദവദഹനഃ അസൗ കുത്ര മുഞ്ചാടവീസ സപതി വവൃതിരേതേ ഹന്ത ഭാണ്ഡീരദേശേ. എല്ലാവരും ഇങ്ങനെ ഭഗവാനെ വിളിച്ച് കരയുന്ന ആ സമയത്ത് ഭഗവാൻ അവരോട് പറയുകയാണ്, അലമലം അതിഭീത്യ സർവതഃ മീലയധ്വം. മതി മതി, നിങ്ങളിനി അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. സർവതഃ എല്ലാവരും മീലയധ്വം ദൃശം, നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊള്ളുവിൻ. ഇതി തവ വാച, ഇപ്രകാരമുള്ള അങ്ങയുടെ വാക്കുകളെ കേട്ടിട്ട് മീലിത അക്ഷേഷതേഷു, അവരെല്ലാം അവരുടെ കണ്ണുകൾ അടച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? കൊനു ദവദഹനോ അസൗ കുത്ര മുഞ്ചാടവീസ. ഇവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെയെങ്ങും ഈ കാട്ടുതീയുമില്ല, തന്നെയുമില്ല ആ പുൽക്കാടുമില്ല, മുഞ്ചാടവിയും ഇല്ല. സപതി വവൃതിരേതേ ഹന്ത ഭാണ്ഡീരദേശേ. ഇവരെല്ലാവരും മുൻപ് നിന്നിരുന്നതായ ആ ഭാണ്ഡീരക വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയം കൊണ്ട് ആർത്തരായിട്ട് ഭഗവാനെ വിളിച്ച് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയുന്ന ആ സമയത്ത് ഭഗവാൻ അവരോടായിട്ട് കണ്ണുകൾ അടയ്ക്കുവിൻ എന്ന് പറഞ്ഞു. ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ച് കണ്ണുകൾ അടച്ച ആ ഗോപന്മാർ പിന്നീട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ കാട്ടുതീയും ഉണ്ടായിരുന്നില്ല, ഈ പുൽക്കാടും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ മുൻപ് നിന്നിരുന്നതായ ആ ഭാണ്ഡീരകം എന്ന് പറയുന്ന പേരാലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ മുൻപൊരവസരത്തിൽ ഭഗവാൻ ഇതുപോലെ ദാവാഗ്നിയെ, കാട്ടുതീയെ പാനം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഈ കാട്ടുതീയിൽ നിന്നും ഭഗവാൻ ഇവരെയൊക്കെ രക്ഷിക്കുന്ന തൻ്റെ ഒരു യോഗവിദ്യ കൊണ്ട് അവരെയൊക്കെ ഈ ഇഷീകാടവിൽ നിന്ന് എല്ലാവരെയും ആ ഭാണ്ഡീരക വടത്തിൻ്റെ ചുവട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത് യോഗവിദ്യ കൊണ്ട്. അപ്പോൾ ഏതൊരു അവസരത്തിലും തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുന്ന വിഷമതകളെ ഒക്കെ തരണം ചെയ്യുന്നതിനായിട്ട് അവരെ സഹായിച്ച് കൂടെ നിൽക്കുന്നയാളാണ് ഭഗവാൻ എന്ന് നമുക്ക് ഓരോ ലീലകളിലൂടെയും വ്യക്തമാക്കി തരികയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. എല്ലാ അവസരങ്ങളിലും എത്ര തന്നെ ഘോരമായ വിപത്തുകൾ ഉണ്ടായാലും അപ്പോഴെല്ലാം പൂർണ്ണമായ മനസ്സോടുകൂടി ഭഗവാനെ ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മളും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷ നേടും എന്ന ഒരു പാഠം കൂടി നമുക്കിവിടെ പ്രകടമാക്കി തരികയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലീലയിലൂടെ. അലമലമതിഭീത്യ സർവതോ മീലയധ്വം ദൃശമിതി തവ വാച മീലിതാക്ഷേഷു തേഷു കൊനുദവദഹനോസോ കുത്രമുഞ്ചാടവീസ സപതി വവൃതിരേതേ ഹന്തഭാണ്ഡീരദേശേ.
ജയ ജയ തവമായ കേയമീശേതി തേഷാം നുതിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസ പുനരപി വിപിനാന്തേ പ്രാചരപ്പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യകർമാനുഭാവേ ജയ ജയ തവമായ ക ഇയം ഈശ തേഷാം നുതിഭിഃ ഉദിതഹാസഃ ബദ്ധനാനാവിലാസഃ പുനഃ അഭി വിപിനാന്തേ പ്രാചരഃ പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യകർമാനുഭാവേ ജയ ജയ തവമായ ക ഇയം ഈശ തേഷാം നുതിഭിഃ അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഈ മായ വിജയിച്ചരുളട്ടെ എന്ന് പറഞ്ഞിട്ട് നുതിഭിഃ ഉദിതഹാസഃ ഇവരുടെ എല്ലാം സ്തുതികളിൽ ഭഗവാൻ കേവലം പുഞ്ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് ബദ്ധനാനാവിലാസഃ വളരെയധികം കളികളൊക്കെ ആ ഗോപന്മാരോടൊപ്പം ഭഗവാൻ ആചരിച്ചിട്ട് പുനഃ അഭി വിപിനാന്തേ പ്രാചരഃ വീണ്ടും കാനനത്തിൽ ഈ പശുക്കളെല്ലാം സഞ്ചരിപ്പിക്കുന്നവരായി എല്ലാവരും ചേർന്ന് എങ്ങനെയുള്ള കാനനം എന്ന് ചോദിച്ചാൽ പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യകർമാനുഭാവി അവിടെ പാതിരി മുതലായ മരങ്ങളുടെയൊക്കെ പൂക്കൾ അത് കാണുന്നത് കൊണ്ട് മാത്രം ഇത് വേനലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ അത്ര നിബിഡമായ വനമായിരുന്നു വൃന്ദാവനം. അപ്പോൾ ആ വൃന്ദാവനത്തിൽ വേനലിൻ്റെ ചൂട് ഒട്ടും ഏൽക്കുന്നതല്ല എന്നുകൂടി കാണിക്കുകയാണ് ഇവിടെ ഈ വാക്കുകളിലൂടെ മേൽപ്പത്തൂർ ചെയ്തിരിക്കുന്നത്. എത്ര ഘോരമായ വനമാണെങ്കിലും ഓരോ കാലവും അനുസരിച്ച് പുഷ്പിക്കുന്നതായ ചില വൃക്ഷങ്ങളുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് ഈ പാതിരി എന്ന് പറയുന്നത്. ഈ പാതിരി ഗ്രീഷ്മകാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് മാത്രമേ പുഷ്പിക്കുകയുള്ളൂ. അപ്പോൾ ഈ പാതിരി വൃക്ഷം പുഷ്പിച്ചു നിൽക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം ഇത് വേനലാണ് എന്ന് മനസ്സിലാവുകയും അത്രയ്ക്ക് നിബിഡമായ വനം തന്നെയായതുകൊണ്ട് വേനലിൻ്റെ ചൂട് ഒട്ടും പ്രവേശിക്കാത്തതുമായ ഒരു സ്ഥലമായിരുന്നു ഈ വൃന്ദാവനം എന്നും കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ഈ മായ വളരെ ശ്രേഷ്ഠം തന്നെയാണ്. ആ മായ വിജയിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഗോപവൃന്ദങ്ങളുടെ നേരെ ഭഗവാൻ ഒന്ന് മന്ദഹസിക്കുക മാത്രം ചെയ്തുകൊണ്ട് വീണ്ടും ഗോക്കളോടുകൂടി ഗോപാലന്മാരോടുകൂടിയൊക്കെ വിവിധങ്ങളായ കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ഗോക്കളെയെല്ലാം സഞ്ചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആ ഭഗവാൻ ശ്രേഷ്ഠമായിരിക്കുന്ന വൃന്ദാവനത്തിൽ വളരെയധികം വിഹരിച്ചു എന്നാണ് പറയുന്നത്. ജയ ജയ തവമായ കേയമീശേതി തേഷാം നുതിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസ പുനരപി വിപിനാന്തേ പ്രാചരപ്പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യകർമാനുഭാവേ ത്വയി വിമുഖമിവോച്ചൈസ്താപഭാരം വഹന്തം തവ ഭജനവദന്ത പങ്കമുച്ചോഷയന്തം തവ ഭുജവദുദഞ്ജത് ഭൂരി തേജപ്രവാഹം തപ സമയമനൈഷീര്യാമുനേഷു സ്ഥലേഷു ത്വയി വിമുഖം ഇവ ഉച്ചൈഃ താപഭാരം വഹന്തം തവ ഭജനവത് അന്തപങ്കം ഉച്ഛോഷയന്തം തവ ഭുജവത് ഉദഞ്ജത് ഭൂരിതേജപ്രവാഹം തപ സമയമനൈഷീഃ യാമുനേഷു സ്ഥലേഷു ത്വയി വിമുഖം ഇവ ഉച്ചൈഃ താപഭാരം വഹന്തം ഭഗവാനെ അങ്ങയിൽ നിന്ന് വിമുഖന്മാരായിരിക്കുന്നവരൊക്കെ അധികമായിരിക്കുന്ന താപത്തിൻ്റെ ചുമട് ചുമക്കേണ്ടവരായി തീരുന്നു. തവ ഭജനവത് അന്തപങ്കമുച്ഛോഷയന്തം അങ്ങയുടെ ഭജനം പോലെ ഉള്ളിലുള്ള എല്ലാ അഴുക്കിനെയും മുഴുവനായി വരട്ടിക്കളയുന്നതും തവ ഭുജവദുദഞ്ജത് അങ്ങയുടെ തൃക്കൈകൾ പോലെ ഉജ്ജ്വലിക്കുന്ന തേജസ്സോടു കൂടിയിരിക്കുന്നതുമായ ഈ തപസമയം വേനൽക്കാലം അനൈഷീഃ യാമുനേഷു സ്ഥലേഷു ഭഗവാനും ഗോപന്മാരും ഒക്കെ കൂടി ഇങ്ങനെ യമുനയുടെ തീരത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആ വേനൽക്കാലം കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനിൽ നിന്ന് വിമുഖന്മാരായിരിക്കുന്നവർക്ക് എപ്പോഴും താപത്തിൻ്റെ ഭാരം ചുമക്കേണ്ടതായി വരും എന്ന് ദ്യോതിപ്പിക്കുന്നതായ ഉഗ്രമായ വേനൽക്കാലവും ആ സമയത്താണെങ്കിൽ പോലും അങ്ങയുടെ ഭജനം ഉള്ളിലുള്ള താപത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യും
എന്ന് പറയുന്ന ഭഗവത് ഭജനത്തിൻ്റെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ തവ ഭുജവതുതഞ്ചത് ഭൂരിതേജപ്രവാഹം ഭഗവാന്റെ തൃക്കൈകൾ പോലെ വളരെയധികം തേജപ്രസരത്തോടു കൂടിയിരിക്കുന്നതൊക്കെയായിരിക്കുന്ന ആ വേനൽക്കാലമാവട്ടെ അവിടുന്ന് ആ സമയത്ത് ഗോപകുമാരന്മാരും ഗോക്കളും എല്ലാം ചേർന്ന് യമുനയുടെ തീരങ്ങളിൽ ഇപ്രകാരം ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ത്വയി വിമുഖമിവോച്ചൈസ്താപഭാരം വഹന്തം തവ ഭജനവദന്ത പങ്കമുച്ഛോഷയന്തം തവ ഭുജവതുതഞ്ചത് ഭൂരി തേജപ്രവാഹം തപ സമയമനൈഷീർയാമുനേഷു സ്ഥലേഷു തദനു ജലദജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിർവികസദമലവിദ്യുത്പീതവാസോ വിലാസൈഃ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിതരകുഹരേഷു സ്വൈരവാസീവനൈഷീഃ തദനു ജലദജാലൈഃ സ്ത്വദ്വപുസ്തുല്യഭാഭിഃ വികസത് അമലവിദ്യുത്പീതവാസോ വിലാസൈഃ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിതരകുഹരേഷു സ്വൈരവാസീവനൈഷീഃ. അപ്പോൾ മുൻപ് പറഞ്ഞ ആ വേനൽക്കാലം കഴിഞ്ഞു, അടുത്തതായിട്ട് വർഷകാലം വരികയാണ്. അപ്പോൾ ഈ വർഷകാലത്ത് ഭഗവാൻ എവിടെയെല്ലാമാണ് സമയം ചെലവഴിച്ചത് എന്നുകൂടിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തദനു ജലദജാലൈഃ ത്വദ്വപുസ്തുല്യഭാഭിഃ. ഈ മഴക്കാറുകളെ കൊണ്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വികസത അമലവിദ്യുത് പീതവാസോ വിലാസൈഃ തെളിഞ്ഞു മിന്നുന്ന മിന്നൽ പിണരുകളെപ്പോലെ ഉള്ള ഭഗവാന്റെ പീതാംബരം അതിൻ്റെ ഭംഗിയും ഒക്കെ കലർന്നിരിക്കുന്ന ആ ഇടിമിന്നലുകളും പിന്നെ സകല ഭുവനഭാജാം ഹർഷദാം വർഷവേലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും സന്തോഷത്തെ നൽകുന്നതായ ആ വർഷകാലവും ഒക്കെ ക്ഷിതിതരകുഹരേഷു സ്വൈരവാസീവനൈഷീ ആ മലയുടെ ഇടയിലുള്ള ഗുഹകളിലൊക്കെ സ്വൈരമായിട്ട് കഴിച്ചുകൂട്ടി. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൻ്റെ തുല്യമായ തേജസ്സോട് കൂടിയിരിക്കുന്നതും അതിനോടൊപ്പം തന്നെ തെളിഞ്ഞു മിന്നുന്ന ഇടിമിന്നലുകൾ പോലെ ഭഗവാന്റെ മഞ്ഞപ്പട്ടിനെ ദ്യോതിപ്പിക്കുന്നതും ഒക്കെ ആയിരിക്കുന്ന ആ മഴക്കാറുകളെ കൊണ്ട് എല്ലാവർക്കും സന്തോഷം ഉളവാക്കുകയും ആ വർഷകാലം മുഴുവൻ ഭഗവാനും കൂട്ടുകാരും ഗോക്കളും എല്ലാം ചേർന്ന് ഇപ്രകാരം പർവ്വത ഗുഹകളിലൊക്കെ സ്വൈരമായിട്ട് കഴിച്ചുകൂട്ടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. തദനു ജലദജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിർവികസദമലവിദ്യുത്പീതവാസോ വിലാസൈഃ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിതരകുഹരേഷു സ്വൈരവാസീവനൈഷീ കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്ര ശിഖികുലനവകേകാകുഭിസ്തോത്രകാരി സ്ഫുടകുടജകദംബസ്തോമപുഷ്പാഞ്ജലിം ച പ്രവിദതനുഭേജേ ദേവഗോവർദ്ധനോസൗ കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്ര ശിഖികുലനവകേകാകുഭിഃ സ്തോത്രകാരി സ്ഫുടകുടജകദംബസ്തോമപുഷ്പാഞ്ജലിം ച പ്രവിദതത് അനുഭേജേ ദേവ ഗോവർദ്ധനഃ അസൗ കുഹരതലനിമിഷ്ടം ത്വാം ഗരിഷ്ടം. അല്ലയോ മഹാനുഭാവനായ ഭഗവാനെ, അങ്ങ് ഈ പർവ്വത ഗുഹകളിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ സമയത്ത് ശിഖികുല നവകേകാകുഭി സ്തോത്രകാരി ഭഗവാനെ ഈ ഗോവർദ്ധന പർവ്വതം ഉപചരിക്കുന്നതാണ്. എങ്ങനെയാണ് മയിലുകളുടെ ആഹ്ലാദ സൂചകങ്ങളായ മനോഹരമായ ശബ്ദങ്ങളെ കൊണ്ട് സ്തുതിച്ചും പിന്നെ സ്ഫുടകുടജകദംബ സ്തോമപുഷ്പാഞ്ജലിം ച അവിടെ പൊട്ടി വിടരുന്നതായ കുടകപ്പാലയും കടമ്പ് തുടങ്ങിയ വൃക്ഷങ്ങളുടെയൊക്കെ പൂക്കളെ കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ പുഷ്പാഞ്ജലി ചെയ്തും ഒക്കെ ഭഗവാനെ ഈ ഗോവർദ്ധന പർവ്വതം ഉപചരിച്ചു എന്നാണ് പറയുന്നത്.
നമ്മളുടെ വീട്ടിലേക്കാണ് ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്നതെങ്കിൽ നമ്മളെല്ലാവരും ഭഗവാനെ ഏത് പ്രകാരത്തിൽ ഉപചരിക്കുമായിരുന്നു? അപ്രകാരം തന്നെ ഈ ഗോവർദ്ധന പർവ്വതം തന്നിലുള്ള ഈ മയിലുകളും കുയിലുകളും ഒക്കെ പൊഴിക്കുന്നതായ മനോഹരമായ ശബ്ദങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചും, അതുപോലെ ആ ഗോവർദ്ധന പർവ്വതത്തിലുള്ളതായ കുടകപ്പാലയും കടമ്പും തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ തങ്ങളുടെ മനോഹരമായ പൂക്കളെ പൊഴിച്ചുകൊണ്ട് ഭഗവാനെ പുഷ്പാഞ്ജലി നടത്തിയും ഒക്കെ ആ ഗോവർദ്ധന പർവ്വതം ഭഗവാനെ ഭംഗിയായി ഉപചരിച്ചു എന്നാണ് പറയുന്നത്. കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്ര ശിഖകുല നവകേകാ കാഗുബി സ്തോത്രകാരി സ്ഫുടകുട ജഗദംബ സ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിതത തനുഭേദേ ദേവഗോവർദ്ധനോസൗ അത ശരദമുപേദാം താംബവത് ഭക്തചേതോ വിമല സലിലപൂരാ മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാ പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. അഥ ശരദം ഉപേദാം താം ഭവദ്ഭക്തചേതോ വിമല സലിലപൂരാം മാനയൻ കാനനേഷു തൃണം അമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. അഥ ശരദമുപേദാം, അപ്പോൾ വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലം കഴിഞ്ഞു, ഇനി അടുത്തത് ശരത്കാലം, മഞ്ഞുകാലമാണ് വരുന്നത്. ആ സമയത്ത് ഭവദ്ഭക്തചേതോ വിമല സലിലപൂരാം മാനയൻ കാനനേഷു, ഭഗവാന്റെ ഭക്തന്മാരുടെ മനസ്സ് എപ്രകാരം നിർമ്മലമാണോ അപ്രകാരം നിർമ്മലമായിരിക്കുന്ന വെള്ളമുള്ള ആ ശരത്കാലത്തെ മാനയൻ കാനനേഷു കാടുതോറും നടന്ന് ആദരിക്കുന്നവനായിട്ട് തൃണം അമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ, ആ നിർമ്മലമായിരിക്കുന്ന വനത്തിൽ പശുക്കളെയൊക്കെ പുല്ല് തീറ്റിച്ചുകൊണ്ട് നടക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് മേ ദേഹസൗഖ്യം ദേഹി ത്വം, എനിക്ക് ശരീരത്തിൻ്റെ സുഖം അങ്ങ് നൽകണമേ, പ്രദാനം ചെയ്യണമേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വേനൽക്കാലവും വർഷകാലവും കഴിഞ്ഞ് മഞ്ഞുകാലം അടുത്തപ്പോൾ എപ്രകാരമാണോ ഭഗവാന്റെ ഭക്തന്മാരുടെ ചേതസ്സിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളും അകന്ന് നിർമ്മലമായി തീരുന്നത് എന്നതുപോലെ ആ കാനനത്തിലൂടെ ഒഴുകുന്ന കാളിന്തി നദി വളരെ തെളിമയാർന്ന ജലത്തോടുകൂടി പ്രവഹിക്കുന്ന ആ ജലത്തിൽ ഈ കാട്ടിലൂടെ നടക്കുന്ന പശുക്കൾക്കെല്ലാം വേണ്ടത്ര പുല്ലും വെള്ളവും എല്ലാം നൽകിക്കൊണ്ട് യഥേഷ്ടം കൂട്ടുകാരെടുത്ത് സഞ്ചരിക്കുന്ന അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങളൊക്കെ മാറ്റി ദേഹത്തിന് സുഖം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത ശരദമുപേദാം താംഭവത് ഭക്തചേതോ വിമല സലിലപൂരാ മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാ പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം.